ഹലോ, ദിസ് ഈസ് നൗഫൽ വാഫി അരിക്കര. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു യാത്രയിലേക്കാണ്. ഇത് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടുന്ന് എപ്പോൾ യാത്ര പുറപ്പെടുന്ന സമയത്തും സുഹൃത്തുക്കൾ കളിയാക്കി പറയുന്നൊരു സ്ഥലം, നിങ്ങൾ എവിടേക്ക് പോവുകയാണെങ്കിലും അത് അട്ടപ്പാടിക്കേക്കാരെന്ന് പറയും അവസാനം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത്. ഞങ്ങൾ യാത്ര പുറപ്പെട്ട് എത്തിയത് വീണ്ടും അട്ടപ്പാടി തന്നെയാണ്. അട്ടപ്പാടിയിലേക്ക് ഞങ്ങൾ സാധാരണയായിട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ളൊരു പ്രധാനപ്പെട്ടൊരു സ്ഥലം നരസിമുക്ക് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെയാണ് പോവാറുള്ളത്. അവിടെ കോട്ടത്തറ അങ്ങനെ പോയിട്ട് അങ്ങനെ ആനക്കട്ടി വരെ ഈ പ്രാവശ്യം നമ്മൾ യാത്ര ചെയ്തു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ അവിടെയുള്ള മനോഹാരിതയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പകർത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നന്നായിട്ടുണ്ടാവും എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ, സൗണ്ടും ഓക്കെ. വീഡിയോയുടെ ക്വാളിറ്റിയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പിന്നീട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഫുഡ് വെക്കാനുള്ള സംവിധാനങ്ങളുമായിട്ടാണ് പോയിരുന്നത്. 2 വണ്ടിയിലുണ്ടായിരുന്നു ആളുകൾ. അപ്പോൾ നമ്മളൊരു ഒമ്നി വാനും പിന്നെ ഒരു KUV വാഹനം കൂടെ ആയിരുന്നു നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലാണ് ഞങ്ങൾ യാത്ര പോയത്. ഭയങ്കര മനോഹരമായൊരു സ്ഥലം. സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ ഇത്ര ആളുകളുണ്ടാവുന്നൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഇഷ്ടം പോലെ ഫാമിലികളും ടെമ്പോ ട്രാവലർ അടക്കമുള്ള വാഹനങ്ങളൊക്കെ പിന്നീട് വന്നു. അപ്പോൾ അവിടെയുള്ള മനോഹാരിത കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ നല്ല രസമുള്ള ഒരു പ്രദേശം, നല്ല ഭംഗിയുള്ള. ഇതിൻ്റെ മനോഹാരിത എങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുമോ, ഈ വീഡിയോ മൊത്തം ഇരുന്ന് കണ്ടാൽ തന്നെ ഞാനൊരുവിധം ഭാഗങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അട്ടപ്പാടി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഒരു വ്ളോഗായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരു കുക്കിംഗ് ഉണ്ട് ഇതിൽ. അതേപോലെ നമ്മൾ അവിടെ എൻജോയ് ചെയ്യുന്ന നമ്മുടെ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഫാമിലീസ് വരികയാണെന്നുണ്ടെങ്കിലും നമ്മളവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ കണ്ട ട്രാവലറൊക്കെ, അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് വളരെ അധികം വ്യത്യസ്തമായിട്ട് അവിടെ വന്ന് ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഫാമിലീസൊക്കെ ഒന്നിച്ച് വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്. സ്പോട്ട് എന്ന് പറയുന്നത് ആ റോഡിൻ്റെ സൈഡിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ആ റോഡിലൂടെ പോകുമ്പോൾ നരസിമുക്കിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇപ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടി പ്രകൃതി സ്നേഹം കൂടി വന്നിട്ടുണ്ട്. ഞങ്ങളവിടെ ചെറിയതായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്ന ഫുഡിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡ് എന്നുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഒരു ടെൻറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അവരതിന് വിശ്രമിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് സമയം ചിലവഴിക്കാനൊക്കെ പറ്റി. മാത്രമല്ല ഫുഡ് ഇങ്ങനെ ഇളക്കുന്നതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ നല്ല കുക്കാണെന്ന് തോന്നും. പക്ഷേ ഞാൻ അതിൽ ഭയങ്കര വൻ പരാജയമാണ്. ആരെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ വേവ് നോക്കാൻ മാത്രമാണ് ഞാൻ ചെല്ലാറുള്ളത്. അപ്പോൾ ഈ വേവ് നോക്കുക എന്ന് പറയുമ്പോൾ കഴിക്കാനെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ കൂടെ ഉണ്ടാക്കിയിരുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്. അത് നമ്മൾ കുറച്ച് ചിക്കൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചിക്കൻ അതേപോലെ മസാല പുരട്ടിയിട്ട് അത് പൊരിക്കുകയാണ് ചെയ്തത്. പൊരിച്ച സമയത്ത് ഇതൊക്കെ പൊരിക്കാനൊന്നും പിന്നെ കുറച്ച് നേരം വെച്ച് കുറച്ച് നേരം വെള്ളത്തിൽ പോയി മുങ്ങുന്നു, വീണ്ടും വരുന്നു, പിന്നെയും അടുത്ത് പൊരിക്കുന്നു. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നന്നായി വിശക്കും അപ്പോഴേക്ക്. കാരണം വെള്ളത്തിൽ ഇറങ്ങിയാൽ നിങ്ങൾക്കറിയാം എല്ലാവരും നന്നായിട്ട് വിശക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എടുത്തിട്ട് കഴിക്കുകയാണ് ചെയ്തത്. അത് മാത്രമല്ല വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര തണുത്ത വെള്ളമായിരുന്നു. അപ്പോൾ അതിൽ എല്ലാവരും വെള്ളത്തിൽ ഒന്ന് കയറാതെ വെള്ളത്തിലിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല അവിടെ ചില ആൾക്കാർ കുറച്ച് മൊമെൻറ്റ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വല്ല അഭിനേതാക്കളാണ് തോന്നുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അവരത് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടമാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വഴിയിൽ പല വിധത്തിലുള്ള കൃഷിയും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു ഞാൻ കുറച്ച് നേരം ആങ്കർ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നിസാമിൻ്റെ വീഡിയോക്കാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ ആനക്കട്ടി തമിഴ്നാട് കേരള ബോർഡറിലാണ് ഉള്ളത്. ആനക്കട്ടിയിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ സോളേർ പോകും. ഓക്കെ, ഈ ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ പാത്രത്തിൻ്റെ ബലം നമുക്ക് കാണിച്ചു തന്ന രീതിയാണ് നിങ്ങൾ കണ്ടത്. ഞാനിതേപോലെ ഒരു പാത്രം വാങ്ങിയപ്പോൾ അത് പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ ഞാനിത് ബലം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ കാണിച്ചു തന്ന രീതിയാണത്. ഇപ്പോൾ ഞങ്ങൾ തമിഴ്നാട് ആനക്കട്ടിയിലാണുള്ളത്. ഇവിടുന്ന് ഓരോ ചായ കുടിച്ച് ഇനി ഞങ്ങൾ സോളയർ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അയ്യപ്പനും കോശി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ.
പിന്നീട് നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ച് നേരെ പോകുന്നത് ഈ സുഹൃത്ത് പറഞ്ഞ പോലെ അയ്യപ്പന കോശി, അതിന് വേണ്ടിയിട്ടൊരു സെറ്റാണത്. സിമെൻറ്റിൽ പ്ലൈവുഡിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണത്. ഞാൻ സിമെൻറ്റിൻ്റെ പാളികളുണ്ട് ചെറിയ, പക്ഷെ ഫുള്ള് പ്ലൈവുഡാണത്. നമ്മളത് കൊട്ടി നോക്കുമ്പോൾ അതിമേ തട്ടി നോക്കുമ്പോൾ അത് വല്ലാതെ കണ്ടോ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇങ്ങനെ നമ്മളത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു അത്ഭുതം, കാരണം അതിൻ്റെ ഒരു ആർട്ട്, ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ആർട്ട് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു എന്നാണ് സുഹൃത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ കാറ്റാടിയുടെ നേരെ താഴ്ഭാഗത്തൊരു പോലീസ് സ്റ്റേഷൻ വരുന്ന രീതിയിൽ സെറ്റിടാൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്തത്. കണ്ടോ, ഈ ഭാഗമൊക്കെ മുഴുവനായിട്ട് പ്ലൈവുഡ് നിരത്തിയിട്ട് പിന്നെ ആണിത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അത്ഭുതമായിട്ട് നമുക്ക് തോന്നി. നമ്മൾ നിൽക്കുന്നത് അയ്യപ്പനും കോശി എന്ന സിനിമ ഷൂട്ട് ചെയ്താൽ സെറ്റിലാണ്. ഇതൊക്കെ അതിനു വേണ്ടി സെറ്റ് ഇട്ടതാണ്. സിനിമയുടെ പോലീസ് സ്റ്റേഷന് ഇവിടെ ആയിരുന്നു ഷൂട്ട് ചെയ്ത് സെറ്റ് ഇട്ടിരുന്നത്. ഇത് ഫുള്ള് അതിൻ്റെ സെറ്റാണ്. പോലീസ് സ്റ്റേഷൻ മാത്രമേ പൊളിച്ചു പോയിട്ടുള്ളൂ. ഇപ്പോഴും അതിലും ഈ സ്റ്റെപ്പൊക്കെ ഇവിടെ ബാലൻസ് ഇത്ര ഹൈറ്റിലാണ്. നല്ല സിനിമയുടെ പോലീസ് സ്റ്റേഷൻ സെറ്റ് ഇട്ടിരുന്ന സ്ഥലമാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഈ ഫാന് കാര്യങ്ങൾ ചുറ്റുപാടുള്ള മതിൽ. ഈ മതിൽ നമ്മൾ ഇപ്പോൾ മാത്രമുണ്ട്. ബാക്കി പോലീസ് സ്റ്റേഷൻ പൊളിച്ചു പോയിട്ടുണ്ട്. ഓക്കെ.